നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا صدق الله مولانا العظيم. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ സൂറത്തുൽ കഹ്ഫിലെ 12 ആയത്തുകൾ വിശദീകരിച്ചു. അവസാനത്തെ 4 ആയത്തുകൾ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി അവിടെ മുതൽ സുമ്മ ബഅസ്നാഹും ഈ ആയത്ത് വരെയുള്ള 4 ആയത്തുകൾ അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തന്നു. ഇനി നാം വിശദമായി അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പഠിക്കുകയാണ്. ഏകദേശം 2-3 പേജുകൾ അതിനായി നമുക്ക് പഠിക്കാനുണ്ട്. നഹ്നു നഖുസ്സു അലൈക, നഹ്നു നാം, നഖുസ്സു ഖിസ്സ പറഞ്ഞു തരുന്നു, അലൈക തങ്ങളുടെ മേൽ. ഖിസ്സ എന്ന് പറഞ്ഞാൽ ചരിത്രം. നമ്മൾ മലയാളത്തിലൊക്കെ പറയില്ലേ ഖിസ്സപ്പാട്ട്. അല്ലാഹു തആല ഖിസ്സ പറഞ്ഞു തരുന്നു. നഹ്നു എന്ന് ബഹുവചനമാണ്, നാം. അത് അല്ലാഹു തആലയെ തഅലീം ബഹുമാനിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുണ്ട്. അല്ലാഹു തആലക്കുള്ള ഒരു സിഫത്താണ് കിബിരിയ, അഥവാ അല്ലാഹു തആലക്ക് കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒരാളുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്ത് അവനേക്കാൾ ഞാൻ നല്ലവനാണ് എന്ന് വിശ്വസിക്കുക, മറ്റുള്ളവനെ താഴ്ത്തി കാണുക. എങ്കിൽ അല്ലാഹു തആലക്ക് അതിനുള്ള അധികാരമുണ്ട്. അല്ലാഹു തആല ആരുമായി കമ്പയർ ചെയ്യാനില്ല. അല്ലാഹു തആല ഏകനാണ്. ആ നിലക്ക് അല്ലാഹു തആലക്ക് ഉള്ള സിഫത്താണ് കിബിരിയ. അപ്പോൾ ആ നിലക്ക് നഹ്നു നാം എന്ന് അള്ളാഹുവിനെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, നമുക്ക് കൂടി പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. നഖുസ്സു അലൈക നബഅഹും അവരുടെ ചരിത്രം. നബ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ന്യൂസ് എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂസ്, അവരുടെ വർത്തമാനം തങ്ങൾക്കിതാ ചരിത്രം പറഞ്ഞു തരുന്നു. ബിൽ ഹഖ് യഥാർത്ഥത്തിൽ, അതായത് ഉള്ളതുപോലെ തങ്ങൾക്കിതാ പറഞ്ഞു തരികയാണ്. അതിൽ കൂട്ടലോ കുറക്കലോ ഇല്ല. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഖുർആനിലെ ചരിത്രങ്ങൾ മുഴുവനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നാം ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും എല്ലാ സംഗതികളും ഇവിടെ കാണൂല. വളരെ ആവശ്യമായ നമുക്ക് ഉൾക്കൊള്ളേണ്ട വിഷയങ്ങൾ മാത്രം, ഗുണപാഠമായി നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ ആണ് അല്ലാഹു തആല ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഇന്നഹും ഫിത്യത്തുൻ. ഇതാണ് അവരുടെ ബയോഗ്രഫി. അവർ ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരുടെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവരുടെ സിഫത്ത്, അവരുടെ വിശദീകരണം എന്താണ്? ആമനു അവർ വിശ്വസിച്ചു, ബിറബ്ബിഹിം അവരുടെ നാഥനിൽ വിശ്വസിച്ചു. അപ്പോൾ ഒന്നാമത്തത് യുവാക്കളാണ്. അല്ലാഹു തആല സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? യുവാക്കൾ എപ്പോഴും ഒരു ചേഞ്ചിന് തയ്യാറാവും. കാരണം അവർക്ക് അനുഭവങ്ങൾ കുറവായിരിക്കും. അവർ പുതിയ ലോകത്തേക്ക് കടന്നു വരുന്നേയുള്ളൂ, പുതിയ അനുഭവങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ചിന്ത മാറാനും പുതിയത് ഉൾക്കൊള്ളാനും സാധിക്കും. അങ്ങനെയാണ് എല്ലാ റവല്യൂഷൻസ്, അതിൻ്റെ പിന്നിലൊക്കെ നാം യുവാക്കളെ കാണുന്നത്. അപ്പോൾ യുവാക്കളുടെ എനർജി എന്താണ്? അത് ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു. ഇതാണ് അവരുടെ ശക്തി, ഇതാണ് അവരാക്കി മാറ്റിയത്.
അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ് അവർക്ക് ഇനി പറയാൻ പോകുന്ന ഒരുപാട് ബഹുമതികൾ ലഭിക്കാനുള്ള കാരണം. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരും ഈ ഖുർആൻ ഓതുമ്പോൾ അവരുടെ ചരിത്രം ഓർക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അവർക്ക് അവരുടെ നാഥനിലുണ്ടായിരുന്ന ഉറച്ച വിശ്വാസം. അങ്ങനെ അവർ വിശ്വസിച്ചപ്പോൾ വസിദ്നാഹും ഹുദ, വസിദ്ന നാം വർദ്ധിപ്പിച്ചു, ഹും അവർക്ക് ഹുദ സന്മാർഗം നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇവിടെ വളരെ ക്ലിയറാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് അതിയായ ആഗ്രഹം ഒരു സംഗതിയിൽ ഉണ്ടെങ്കിൽ, അഥവാ ഈമാൻ വിശ്വാസം കൃത്യമായിട്ടുണ്ടെങ്കിൽ, ബാക്കി അല്ലാഹു തആല നമുക്ക് ഫത്ഹാക്കി തരും. അതാണ് വസിദ്നാഹും ഹുദ. അവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. അതുപോലെ വറബത്നാ നാം ശക്തിപ്പെടുത്തി അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തെ. റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടുക, കയറുകൊണ്ട് കെട്ടുക, അതിനാണ് റബത്ത എന്ന് പറയുക. ഹൃദയത്തെ നാം അതിശക്തമായി ബന്ധിപ്പിച്ചു. അതായത് അവർക്ക് ചാഞ്ചല്യമില്ലാതെ ഉറച്ച തീരുമാനമെടുക്കാൻ അല്ലാഹു തആല സഹായിച്ചു. അവർ അല്ലാഹുവിൽ പൂർണ്ണമായും തവക്കുലാക്കി ആ ശക്തമായ തീരുമാനമെടുത്തപ്പോൾ അല്ലാഹു തആല അവരിങ്ങോട്ട് സഹായിച്ച് അവർക്ക് ഉറച്ച തീരുമാനമെടുക്കാൻ അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല ശക്തിപ്പെടുത്തി, കരുത്ത് നൽകി. എന്താണ് അവരുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ അടയാളം? അത് മറ്റൊന്നുമല്ല, ഇദ് ഖാമു അവർ നിന്നപ്പോൾ. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു നിൽക്കാം, അതുപോലെ അവർ ഇനീഷ്യേറ്റീവ് എടുത്തു എന്ന് പറയാം, അവർ തുടങ്ങി വെച്ചു എന്ന് പറയാം, അവർ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയാം. എന്താണെന്ന്? ഫഖാലു അവർ ഉറക്കെ പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ്, റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. അതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യമുള്ളത്? അതല്ലെങ്കിൽ അവരെന്തിനാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? മറ്റൊന്നുമല്ല, അക്കാലഘട്ടത്ത് ഒരു അതിശക്തമായ ക്രൂരനായ ഒരു രാജാവ് ഞാൻ റബ്ബാണ് എന്ന് ജനങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അവനെ ഇലാഹാക്കി, നിങ്ങൾ എന്നെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ബിംബാരാധന നടത്താൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഈ യുവാക്കൾ നീ റബ്ബല്ല, അതല്ലെങ്കിൽ നീ കൽപ്പിക്കുന്ന നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ അത് റബ്ബ്, നാഥൻ, ഉടമ, ഇലാഹ്, ദൈവം അല്ല, മറിച്ച് ദൈവം ആകണമെങ്കിൽ അത് ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ച ഒരുവനായിരിക്കണം, അത് അല്ലാഹുവാണ്. ഇതായിരുന്നു അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. എന്നിട്ട് പറയുന്നു, ലൻ നദ്ഉവ, നാം ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശം നാം ഒരിക്കലും ഇബാദത്ത് ചെയ്യുകയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, ഇലാഹൻ, ഒരു ഇലാഹിനെയും. അതായത് അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കും, ഞങ്ങൾ ആരാധിക്കും. നീ പറയുന്ന ബിംബങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അഥവാ അള്ളാഹു അല്ലാത്തവരെ ഞങ്ങൾ ആരാധിച്ചാൽ ലഖദ് ഖുൽനാ, അന്നേരം ഞങ്ങൾ പറഞ്ഞവരാകും, ഇദൻ അന്നേരം ശതത, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാകും, അതല്ലെങ്കിൽ ഞങ്ങൾ അന്യായം പ്രവർത്തിച്ചവരാകും, ഞങ്ങൾ അതിര് കടന്നവരാകും. അപ്പോൾ വളരെ കൃത്യമാണ് അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളത്. അവർ ഏക ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു, അത് ഉറക്കെ പ്രഖ്യാപിച്ചു. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുക ഇല്ല എന്നും അവർ വ്യക്തമായി അവിടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട്
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ നടന്ന സംഭാഷണത്തെ പറയുകയാണ്. അഥവാ ഒരു ഇൻറ്റേർണൽ ഡിസ്കഷൻ. എന്തായിരുന്നത്? ഹ ഉല, ഈ കൂട്ടർ, ഖൗമുന, നമ്മുടെ ജനതയാണ്, നാട്ടുകാരാണ്, നമുക്കറിയാം അവരെക്കുറിച്ച്. ഇത്തഖദു, എന്താ അവരുടെ കുഴപ്പം? അവർ സ്വീകരിച്ചു മിന്ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ, ദൈവങ്ങളെ. ഇത്തഹദ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നർത്ഥം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയുണ്ട് എത്രമാത്രം അതൊരു വിരോധാഭാസമാണ്. ദൈവങ്ങളെ കൈകൊണ്ടുണ്ടാക്കുക, എന്നിട്ട് ആ ദൈവങ്ങളെ ആരാധിക്കുക. അതൊരു ബുദ്ധിക്ക് യോജിച്ചതല്ല. എൻ്റെ കൈകൊണ്ട് ആ ദൈവത്തെ ഉണ്ടാക്കി ആ ദൈവത്തെ ഞാൻ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അതാണിവിടെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ, ഈ നാട്ടുകാർക്ക് എന്താ പറ്റിയത്? അവർ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെ, അല്ലെങ്കിൽ ഒന്നിലധികം ഇലാഹുകളെ അവർ ദൈവമാക്കി സ്വീകരിച്ചു, അതിൽ വിശ്വസിച്ചു. അവർ തന്നെ പടച്ചുണ്ടാക്കിയതാണ് ആ ദൈവങ്ങൾ. എന്നിട്ട് അവർ പറയുന്നു, ലൗലായ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ലൗലായ യഅ്തൂന, എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല, അലൈഹിം, ആ ബിംബങ്ങളുടെ വിഷയത്തിൽ, ബിസുൽത്താനിൻ ബയ്യിൻ, വളരെ വ്യക്തമായ ഒരു തെളിവ് എന്തുകൊണ്ട് വന്നില്ല? നാം ഈ സൂറത്തുൽ കഹ്ഫ് വായിച്ചാൽ, പാരായണം ചെയ്താൽ, നമുക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ ഒരു ആശയം, ഈ ഒരു തീം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുമ്പത്തെ 2 ക്ലാസ്സിലും ഞാൻ ഇത് പറഞ്ഞിരുന്നു. എന്താണത്? തെളിവില്ലാതെ ഒരു കാര്യം പറയരുത്, ചെയ്യരുത്, ചിന്തിക്കരുത്. ഇൽമില്ലാതെ ഒരു കാര്യം നാം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞപ്പോൾ, മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലി ആബാഇ,